ബാക്കി വന്ന ചോറ് കൊണ്ട് എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ റെസിപ്പീൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്യാരമൽ ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ക്യാരമൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ 8ൻ്റെ പണിയായി പോയി. ഒരുപാട് തവണ ക്യാരമൽ ചെയ്തിട്ട് ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് 4-5 വർഷം മുമ്പ് ഒന്ന് ക്യാരമൽ ചെയ്തപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ കുറേ സമയം എടുത്ത് അത് നോക്കിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോൾ ആ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടി കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊഴിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ബാക്കി വന്നിട്ടുള്ള ചോറ്. സാധാ അരിൻ്റെ നമ്മൾ വീട്ടിൽ വെക്കുന്ന ചോറ് തന്നെയാണ് കേട്ടോ. സാധാരണയായിട്ട് വെക്കുന്ന ചോറ് തന്നെയാണ്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഏലക്ക പൊടിച്ചതോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നെയ്യിട്ട് മൂപ്പിച്ചാൽ പായസം റെഡിയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോറ് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അതല്ലാന്ന് ഉണ്ടെങ്കിൽ അത് കടിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇതായിട്ട് തോന്നും കേട്ടോ. ആ ഒരു ചോറ് തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മടുപ്പ് പോലെ ചിലപ്പോൾ തോന്നാനുള്ള ചാൻസ് ഉണ്ട്.